ഏഴാം പാദം. ഏകനായി ഭാരതത്തിലേക്ക് പോകേണ്ടി വരുന്നതിലുള്ള വ്യഗ്രത തോമ അറിയിച്ചു. എന്നെ നീ കാത്തല്ലോ ഏറ്റങ്ങളേശാതെ തിരയെന്നതും പാഴായി തേകുന്നു ദൈവമേ. തിരെ ഹിന്ദുവെന്നുള്ള നാടേറിയ സർപ്പങ്ങൾ തിരെ എന്നിവ എന്നിയെ ഏറ്റമാം ജന്തുക്കൾ തിരെ നാണമില്ലാതുള്ള നായനുണ്ടാതിക്കും തിരുനാളില്ലേ കോളില്ലേ നന്നായി ചൊല്ലില്ലേ. തിരുനാടെല്ലാം കാടല്ലോ നായനെ എന്നെ നീ നന്നായി കൈവിട്ടോ. നാടിട്ടേ ചാഴത്തിൽ തിരുമാറാനേ ഹിന്ദുവിൽ മനുഷ്യരല്ലോ തിരുമാനുഷ്യരെന്ന പോൽ മനതാരി പാർവതീരത്താതി മൃതത്തെ. എട്ടാം പാദം. ഹിന്ദുനാട്ടിൽ മനുഷ്യരും മൃഗങ്ങളും ഉണ്ടെന്നും തോമ ഏകനല്ലെന്നും നിന്നോടുകൂടെ ഞാനുണ്ട് എന്നും ഈശോ ഓർമ്മിപ്പിക്കുന്നു. തോമ രാജകൊട്ടാരത്തിലെത്തി കെട്ടിടത്തിൻ്റെ ഒരു പ്ലാൻ കാണിച്ചു. ഒരു തുക വാങ്ങി കൊട്ടാരം പണിതുകൊള്ളാം എന്ന് വാഗ്ദാനം ചെയ്തു. എന്നിവയെല്ലാം കണ്ണു നീരാലേ തോമായുളർത്തിച്ച നേരം ദൈതൈ എങ്ങും വിളങ്ങുന്ന നായൻ മിശിക പെർതരുൾ ചെയ്യുവാൻ തുടങ്ങി. ദൈതൈ നീയൊരുവൻ താനെന്നൊരു ചിന്ത ഉള്ളിൽ നിനക്കഴൽ വേണ്ട. ദൈതൈ നിന്നോടു കൂടെ ഞാനുണ്ട് കൂട്ട്. നീ പോകും നാടതിലെല്ലാം ദൈതൈ മനുഷ്യരല്ല ഹിന്ദുവിരെന്ന് പഴിൽ നിനക്കഴൽ വേണ്ട. ദൈതൈ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മഴയും ജന്തുക്കളല്ലോ. ദൈതൈ നിന്നോടെ വാക്കും നിലവുകളും നോക്കും പക്ഷയറിഞ്ഞുതകേടും. ദൈതൈ ത്രിലോകനാഥൻ കാശെടുത്തൻപാൽ തോമാടെ പക്കൽ കൊടുത്തു. ദൈതൈ കൃതി വരുമ്പോൾ അൻപാരരുൾ ചെയ്തു യാത്ര വിധിച്ചഴകാലേ തകുതയ്യതയ്യത്തെ. ഒൻപതാം പാദം. തോമ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നു. യഹൂദനായ പോളിൻ്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്ത് അവളെ തോമ അനുഗ്രഹിച്ചു. തദവസരത്തിൽ ഒരാൾ തോമായെ അടിച്ചു. അയാളുടെ കൈ കടുവ കടിച്ചെടുത്തു. ഒരു പട്ടി അത് തിരികെ കൊണ്ടുവന്നു. മാർത്തോമ അയാളെ സുഖപ്പെടുത്തി. രാജാവിന് സ്വർഗത്തിലാണ് കൊട്ടാരം പണിതെന്ന് തോമ പറഞ്ഞത് കേട്ട് രാജാവ് കുപിതനായി. തോമായെയും ഹാവാനെയും ജയിലിലടച്ചു. ചിന്ത തെളിഞ്ഞിതു ചോഴനുമാവാനും തന്നോടെ മന്ദിരമാരും ദൈതൈ ചിക്കനെ വന്നിച്ചു യോഗമൊരും പെട്ടു ദൈവം ശരണമിതേന്ന. ദൈതൈ നിന്ദത്തെ ദൈതൈതയ്യത്തെ കർവുതാകതയ്യത്തെ കർവുതരിടതിമൃതത്തെ. ഒരു വഴിക്കുള്ള വാഴ്വ് കൊടുത്തത് ഏതും തെളിഞ്ഞില്ല കാവ്യർ. ദൈതൈ ഒത്തുതിരിച്ചതിരിഞ്ഞത് കാവ്യന്റെ കയ്യും മുറി കൂട്ടി തോമാതൈതൈ ഒരാളോടറിയിച്ചതു മാർഗവും കേട്ടവരായ കർവതയ്യതിന്തകതിന്തത്തെ. പത്താം പാദം. രാജാവിൻ്റെ സഹോദരൻ മരിച്ച് ആത്മാവ് സ്വർഗത്തിലെത്തിയപ്പോൾ രാജാവിന് വേണ്ടി പണിത കൊട്ടാരം ദർശിച്ചു.
ഇവണ്ണം കെട്ടും കീഴായവാറെ ഇവരെ കൊണ്ടവണ്ണം വേണമെന്ന് തമ്പിയും താനുമായി വേണ്ടുവോണം കാര്യങ്ങളെ ചിന്തിക്കുന്നു തരണിപ്പോൾ നമ്മുടെ വാഴ്ചക്കാലം പെട്ടാപ്പോൾ പെട്ടിട്ടിൽ ആർക്കും മുൻപേ നാടിനി ഞാൻ വാഴ്വാൻ യോഗ്യം പോരാ തമ്പി നീ വേണ്ടുമ്പോൾ പരിപാലിക്ക അത് തന്നെ ആദിയായി ദണ്ഡങ്ങളും ചിക്കനെ ചേർന്നുവ കേട്ടുള്ളിൽ അരുളാലെ നാൾ തോറും വർദ്ധിച്ചേറി ആത്മാവുമാലാഘ മാരെടുത്ത് ആകാശെ കൊണ്ടങ്ങു ചെന്ന നേരം ചോഴന്റെ പേർക്കില്ലം കുറിയിൽ കണ്ടു അമ്മോടെ മൂന്നിനും ഇമ്പം പോലെ അവോളം തരമുണ്ടേ പേർത്തു ചൊൽവാൻ പതിപോരും രാജാക്കൾ വാഴും കോയിൽ എന്നെല്ലാം നന്നായി കണ്ടോരാത്മം. 11-ാം പാദം. രാജസഹോദരൻ്റെ മൃതദേഹം ചിതയിൽ വെക്കുന്നതിന് മുമ്പ് അയാൾ എഴുന്നേറ്റ് സ്വർഗത്തിൽ കണ്ട കൊട്ടാരത്തെപ്പറ്റി വിവരിച്ചു പറഞ്ഞു. രാജാവ് മാപ്പ് ചോദിച്ചു, ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്തു. ആനന്ദം വാരുമാറു മാലാഘമാർത്തിരിതരം ആകാശേ നിന്നിങ്ങു ലോകം ചേർന്നു ദൈവത്തെ ആചാര ജഡര മാടക്കും പോലെ തിരിതരം ആകയാൽ കൂടി പൊതിയുന്നപ്പോൾ ദൈവത്തെ ആത്മാവും ജഡര പൂരിച്ചുടൻ തിരിതരം ആലസ്യം കൂടാതുയർത്തു രാജൻ ദൈവത്തെ ആരോയിരിയോനെ സ്തുതി ചെയ്തവൻ തിരിതരം ആരോടും ചൊല്ലാതവനിൽ നോക്കി ദൈവത്തെ ആഗോഴുതണ്ണന്റെ മുമ്പിൽ ചെന്നു തിരിതരാതേരാൽ നിന്നവൻ കൈകൾ കൂപ്പി ദൈവത്തെ. 12-ാം പാദം. യാഥാർത്ഥ്യം അറിയാതിരുന്ന ജനങ്ങൾ തച്ചനെ എങ്ങനെ ശിക്ഷിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. സുവിശേഷം ശ്രവിച്ച് രാജാവും രാജാവിൻ്റെ കുടുംബവും മാമോദീസ സ്വീകരിച്ചു. കൊണ്ടു നടക്കുന്ന നേരം പലരും തിരിതരം കോയിക്കലുണ്ടതു കാൺമാനിരുന്നും തിരിതരം കൊണ്ടേ കൊല ചെയ്വ എന്നും ചിലർ തിരിതരം കൊണ്ടേ വിലങ്ങിട വീടുവാനെന്നും തിരിതരം തല്ലി മോറിച്ചുത ചീടുവാനെന്നും തിരിതരം താമസമില്ലിപ്പോൾ അറിയാമെന്നും തിരിതരം പോരുമീ ചോരന്റെ പാണികളെന്നും തിരിതരം പോരുവിനെന്തുന്ന മോക്കിരിലെന്നും തിരിതരം പോകാതെ നില്ലുന്നും ചിലർ തിരിതര ഈത്തരമോരോന്നു കണ്ടവരോരോ തിരിതയത്തെ. 13-ാം പാദം. അത്ഭുതകരമായ വേഗത്തിൽ പലരും സുവിശേഷം ശ്രവിച്ച് മാനസാന്തരപ്പെട്ടു. ഇതിൽ അസൂയ തോന്നിയ ഒരു മതഭ്രാന്തൻ തോമായെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. മണിക്ക കല്ലായ മാർഗം നാളിൽ
നാളിൽ തെളിയുന്നു. മാറ്റുള്ള ദിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു. ലോകവീതി നിലെ മാർഗം ഏറിയേറ്റം വളരുന്നു. ലൗകികങ്ങൾ നിളെ നീളെ ചൊല്ലി പലരും ചേരുന്നു. കണ്ടില്ലെന്നു ചൊല്ലുന്നവരെ കണ്ടാൽ അധികം ചീറുന്നു. കണ്ടും കൊണ്ടും ചൊല്ലാൻ ഇഷ്ടന്മാരോടൊക്കെ ചീറുന്നു. കണ്ണിമാരിടയിലൊക്കെ കൂടി ചേർന്നവരൊരുപോലെ കരിരുളിലായ മഞ്ചും തെളിവാൽ ചൊല്ലുന്നു. എന്നാ നേരം മാർത്തോമാനം കോപിച്ചവരോട് ചൊല്ലുന്നു. എന്നാ നേരം മാർത്തോമാനം ചൊല്ലി മനസ്സിൽ നിന്ന് ദിനമേറിയുള്ളവരും തീയോടേറ്റം തീണ്ടാതെ സീമ കൂടാതൊരു കൂട്ടം ഓർത്തു കേട്ടു കോപിച്ചു. ഉണ്ടു നീണ്ട മൂർച്ചക്കോലം വാങ്ങി നിന്നങ്ങുമ്പോൾ ഭൂമി വാനം തേടിയോനെ കാണാറായി മുൻപാകെ. 14-ാം പാദം. മാലാഖമാർ തോമായുടെ ശരീരം ചിന്നമലയിലേക്ക് മാറ്റി. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പറന്നുയരുകയും ചെയ്തു. ഗുണമുടയവൻ അരുളാൽ വാനവർ മഹിമയോടെ എത്തിയാണഞ്ഞുടനെ മൃഗല നേറുകെടും അതിനൊരു തേരതിൽ മംഗലമായവർ പുകീച്ച് ഇതതിത്തൈ കൈക്കൊണ്ടവരൊരു ഞൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലയ്ക്ക് ഇതതിത്തൈ കരുണയോടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ്സിതു പരിചയിത്തൈ നലമുട് പലവക കിന്നര മഴകൾ നന്ദിനിയും കുഴൽ പലതരമേ തിത്തി തകതക തിത്തി തകതക തിത്തി തകതക തിത്തി നന്മ വരും വക പല മൊഴിയൊരു നന്നായ മലക്കുകൾ പുറമ്പീരെ തിത്തി തകതക തിത്തി തകതക തിത്തി തകതക തിത്തി ഉടമ്പിൽ നിന്നുയർത്താകാശേ ഉയരവനിരിപ്പിടം പുകീച്ച് ഇതതിത്തൈ ഉടമയിലുടയവനുടമ്പെടുത്തഴകാൽ നന്മ നിറഞ്ഞൊരു പള്ളിയിലെ ഇതതിത്തൈ വച്ചിതു ധനമിത മക്കളും അനുദിനം അരുളു വഴിക്ക് നടപ്പവരെ തിത്തി തകതക തിത്തി തകതക തിത്തി തകതക തിത്തി മൻവിലയൊഴിയെ പെരിയവൻ അരുവഴി നിറമോട് തേടി പുലരാമേ തിത്തി തകതക തിത്തി തകതക തിത്തി തകതക തിത്തി തിത്തത്തകത തികിതത്താൻ തികിതക തകത തികിതത്താങ്കർവു തിത്തത്താങ്കർവു തിന്തത്താങ്കർവു തിത്തത്താതിത്താതിമൃതത്തേ ഇരട്ടിവട്ടം. മുക്കണ്ടി ക്നായി തോമായുടെ കുടിയേറ്റ ചരിത്രം
പാടി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ കേരളത്തിലുണ്ട്, പാണന്മാർ. 1935 ഡോക്ടർ PJ തോമസ് അതേപ്പറ്റി ഒരു പരാമർശം ചെയ്യുകയുണ്ടായി. ക്നായിത്തോമ്മ ഇവിടെ വന്നപ്പോൾ ചെയർമാൻ പെരുമാൾ അദ്ദേഹത്തെ ഹൃദ്യമായി സ്വീകരിച്ചെന്നും ചെയർമാൻ പെരുമാളിൻ്റെ കാലത്ത് ആശാരി മൂശാരി കൊല്ലൻ തട്ടാൻ എന്ന നായ്ക്കുടി പരീക്ഷകൾ ഏതോ നീരസത്തിൻ്റെ പേരിൽ ചോളരാജ്യത്തിൽ നിന്നും സിലോണിലേക്ക് ഈഴത്ത് നാട്ടിലേക്ക് പോയെന്നും അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ക്നായിത്തോമ്മ തിരുവരങ്കൻ എന്ന പാണിനെ അയച്ചെന്നും അങ്ങനെ അവർ നാട്ടിലേക്ക് തിരിച്ചുവെന്നും എന്നുള്ള കഥ അവർ പറയുന്നുണ്ട്. അതിന് സമ്മാനമായിട്ട് നായ്ക്കുടി പരീക്ഷകൾ അദ്ദേഹത്തിന് സ്വർണം കൊണ്ടുള്ള ഒരു കിരീടവും രാജാവ് 72 പദവികളും ക്നായിത്തോമ്മയ്ക്കും നൽകുകയുണ്ടായി. 1986 രാമൻ പാണൻ, നാരായണൻ പാണൻ എന്ന 2 പേരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ പാട്ടുകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇപ്പോഴിതാ ഈ ഡോക്യുമെൻ്ററിയിൽ കുഞ്ഞൻ നീലാണ്ടൻ എന്ന പാണനെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചു. ജ്ഞാനായ ചരിത്രത്തിൻ്റെ പല ഭാഗങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഈ പാരമ്പര്യത്തിലുള്ള പാട്ട്. മുടിപടത് 4 വർഷ കുറവു തീർത്തേ കൈ കൊടുത്തു. രത്നങ്ങളുമേ പതിപ്പിച്ചല്ലോ നല്ല നല്ല തൊപ്പിയായി. ആ മുടി വാങ്ങി തിരുവരങ്കൽ കുറിയ മുണ്ടിലേ പൊതിഞ്ഞു കെട്ടി. മുടി കൊണ്ടു എന്ന കാഴ്ച വയ്ക്കടാ, ഞങ്ങൾ പിന്നാലെ വന്നുകൊള്ളാം. അതു കേട്ടു തിരുവരങ്കനെ മുടി വാങ്ങി പോന്നിതെല്ലാം. മക്കമൊന്ന കടന്നു പോന്നു കൊടുങ്ങല്ലൂരേ വടക്കേ നടയിൽ. തൊമ്മച്ചണ്ടാനിന്ന നേരമേ മുടി കൊണ്ടു എന്നു കാഴ്ച വച്ചു. എടുത്തോടാ എടുക്കാതൊമ്മോ തിരുവരങ്കനെ വച്ച കാഴ്ച. അതു കേട്ടു തൊമ്മച്ചനെ മുടിയെടുത്ത് തലയിൽ വച്ച്. മുടിയെടുത്തു തലയിൽ വച്ച് തിരുമത്തൊമ്മ ഇളക്കി തൊമ്മൻ. ചേരുമടാ ചേരുന്നോമോ പൊന്നിൻ മുടി നിനക്കു തന്നെ. ഒരു കാലത്ത് കേരളക്കരയിൽ വളരെയധികം പാണന്മാരുണ്ടായിരുന്നു. ക്നായിത്തോമ്മയുടെ വീരചരിതം പാടി നടന്നു വരുന്നവർ ഇന്ന് വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. അതിലേറ്റവും പ്രഗത്ഭനാണ് കുഞ്ഞൻ നീലാണ്ടൻ പാണർ. നിങ്ങൾക്കൊരു കുടുംബപ്പേരുണ്ടല്ലോ, അതെന്താ? തിരുവരങ്ക, അങ്ങനെ പേരില്ലേ? തിരുവരങ്കത്തെഴും പാണനാരുമാണ് ഞങ്ങൾ പൊതുവെ പറയണത്, കാരണവന്മാർ പറയണത്. ജ്ഞാനായ സമുദായത്തിൻ്റെ പേരിൽ ഞാൻ ഈ പാണൻ ആശാന് എല്ലാ വിധത്തിലുള്ള അഭിനന്ദനങ്ങളും കൃതജ്ഞതയും അർപ്പിക്കുകയാണ്. സന്തോഷം കേട്ടോ. പരിശുപുട്ടുകളി കേരളക്കാരുടെ
തന്മയുള്ള ഒരു കലാരൂപമാണ്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്കും മുസ്ലിമുക്കുമൊക്കെ സ്വന്തമായിട്ടുള്ള പാട്ടുകളുണ്ട് ഇതിനു വേണ്ടിയിട്ട്. ജ്ഞാനായക്കാർ ഈ മാർഗംകളി ഉപയോഗിച്ചപ്പോൾ അതോടൊത്തുചേർന്ന് തന്നെ പരിശമുട്ടുകളിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. പരിശമുട്ടുകളി വാസ്തവത്തിൽ മാർഗംകളിയായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഗവേഷണം നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ മാർഗംകളിയുടെ പാട്ടുകൾ വ്യത്യസ്തമാണെന്നും പരിശമുട്ടുകൾക്ക് പ്രത്യേക രീതിയാണുണ്ടെന്നും മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ സ്കൂൾ കലോത്സവത്തിൽ 2 ഇനമായി ഇവയെ അവതരിപ്പിക്കുകയുണ്ടായി. പരിശമുട്ടുകളി, ആ പരിശമുട്ടുകളിക്ക് അത്യാവശ്യമായിട്ടുള്ളതായ നിർദ്ദേശങ്ങൾ 4 പ്രാവശ്യം കൂടിയതായ സംസ്ഥാനത്തുള്ള പരിശമുട്ടുകളി ആശാന്മാരുടെ സമ്മേളനത്തിൽ വെച്ച് തീരുമാനിക്കുകയുണ്ടായി. അതനുസരിച്ചാണ് ഇപ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ പരിശമുട്ടുകളിക്ക് മൂല്യനിർണ്ണയം ചെയ്യുക. ഗുരുവാകുന്ന എൻ്റെ ഗുരുവേ ഞാൻ വന്ദിക്കുന്നേ, ഏറ്റമേറ്റമരുൾ ചെയ്യുന്നൻ അരങ്ങിൽ വന്നേ. ബാലരായ ഞങ്ങളിന്ന് ആടിപ്പാടി കളിക്കുമ്പോൾ വാളിനും പരിചയ്ക്കും വന്നൊരു വരം നൽകണേ. എട്ടുനാടും കീർത്തി കേട്ട വെളങ്കണ്ണിപ്പള്ളി തന്നിൽ ഇമ്പമോടെ വാണാരുളും ദൈവമാതാവേ തതുമൃതേ. എട്ടുനാടും കീർത്തി കേട്ട വെളങ്കണ്ണിപ്പള്ളി തന്നിൽ ഇമ്പമോടെ വാണാരുളും അമ്മ മാതാവേ തതുമൃതേ. നിന്റെ നാമം സ്തുതിപ്പാനും വന്ദിപ്പാനും ഞങ്ങൾക്കിന്ന് തൻ കാരുണ്യം തന്നിടണേ ദൈവമാതാവേ തതുമൃതേ. നിന്റെ നാമം സ്തുതിപ്പാനും വന്ദിപ്പാനും ഞങ്ങൾക്കിന്ന് തൻ കാരുണ്യം തന്നിടണേ അമ്മ മാതാവേ തതുമൃതേ. കൊട്ടുനല്ല കോടാകോടി വെടിമഞ്ചൽ പഞ്ചമേളം മുത്തുരത്നക്കൂട വീടിച്ചെഴുന്നള്ളും നേ തതുമൃതേ. കൊട്ടുനല്ല കോടാകോടി വെടിമഞ്ചൽ പഞ്ചമേളം മുത്തുരത്നക്കൂട വീടിച്ചെഴുന്നള്ളും നേ തതുമൃതേ. എഴുന്നള്ളത്തോടുകൂടി പടിഞ്ഞാട്ടു തിരിച്ചപ്പം കുരിശിന് വലം വെച്ച് കുമ്പിടുന്നേ തതുമൃതേ. എഴുന്നള്ളത്തോടുകൂടി പടിഞ്ഞാട്ടു തിരിച്ചപ്പം കുരിശിന് വലം വെച്ച് കുമ്പിടുന്നേ തതുമൃതേ. ഗുരുവെ ഞങ്ങളി സഭയിൽ ഇറങ്ങി സ്തുതിച്ചു വണങ്ങി കളിക്കുന്നേ. ഗുരുവെ ഞങ്ങളി സഭയിൽ ഇറങ്ങി സ്തുതിച്ചു വണങ്ങി കളിക്കുന്നേ. സ്തുതിച്ചു വണങ്ങി കളിക്കുന്നേരം ഗുരുക്കന്മാരുടെ തുണ വേണോ. സ്തുതിച്ചു വണങ്ങി കളിക്കുന്നേരം ഗുരുക്കന്മാരുടെ തുണ വേണോ. ഗുരുക്കന്മാരുടെ തുണയില്ലെങ്കിൽ സഭയിൽ ഞങ്ങൾ കളിക്കില്ല. ഗുരുക്കന്മാരുടെ തുണയില്ലെങ്കിൽ സഭയിൽ ഞങ്ങൾ കളിക്കില്ല. നടുനഗരി നാദപുരത്തു വാഹനമേറി വന്നു വാളുമരിജയന്റെ വപ്പാറബിയിൽ ഞാൻ പിറന്നു. നടുനഗരി നാദപുരത്തു വാഹനമേറി വന്നു വാളുമരിജയന്റെ വപ്പാറബിയിൽ ഞാൻ പിറന്നു. പച്ചനെല്ലിൻ പാലരി കൊത്തി പറക്കും പൈങ്കിളിത്തത്തെ നീ ചെന്നു പുന്നാരമ്പൻ കളരി കണ്ടിത്തൈതാളം. നീ ചെന്നു പുന്നാരമ്പൻ കളരി കണ്ടിത്തൈതാളം. പച്ചനെല്ലിൻ പാലരി കൊത്തി പറക്കും പൈങ്കിളിത്തത്തെ നീ ചെന്നു പുന്നാരമ്പൻ കളരി കണ്ടിത്തൈതാളം. നീ ചെന്നു പുന്നാരമ്പൻ കളരി കണ്ടിത്തൈതാളം. കളരിയും കണ്ടു നാങ്കൻ ഗുരുവിനെ കണ്ടു നാങ്കൻ പതിവായൊരു ഗുരുവിന്റെ ചമയം കണ്ടിത്തൈതാളം. പതിവായൊരു ഗുരുവിന്റെ ചമയം കണ്ടിത്തൈതാളം. കളരിയും കണ്ടു നാങ്കൻ ഗുരുവിനെ കണ്ടു നാങ്കൻ പതിവായൊരു ഗുരുവിന്റെ ചമയം കണ്ടിത്തൈതാളം. പതിവായൊരു ഗുരുവിന്റെ ചമയം കണ്ടിത്തൈതാളം. ദിനദിന്ദിന ദിന്ദിന്നാരോ ഗർഗദിന്ദിന്ന ദിനദിന്ദിന ദിന്ദിന്നാരോ ഗർഗദിന്ദിന്ന 100 ആനക്കൂട്ടേ ഗർഗദിന്ദിന്ന അതിലൊരു ആനക്കൂട്ടേ ഗർഗദിന്ദിന്ന ചങ്ങല പണിഞ്ഞുകൊണ്ടേ ഗർഗദിന്ദിന്ന ഇത്തായിന്ത തരികിടതമൃതേ
ചെമ്പിടമ്പുകൾ മാൻപിടപ്പൊരു ചെമ്പകം പൂത്ത് പൂത്തില്ല ചെമ്പകം പൂത്ത് പൂത്തില്ല ചെമ്പിടമ്പുകൾ മാൻപിടപ്പൊരു ചെമ്പകം പൂത്ത് പൂത്തില്ല പൂത്ത പൂമരം നാടണഞ്ഞിടും വാട വിശിടും തറതിത്തൈ വാട വിശിടും തറതിത്തൈ ചെമ്പിടമ്പുകൾ മാൻപിടപ്പൊരു ചെമ്പകം പൂത്ത് പൂത്തില്ല ചെമ്പകം പൂത്ത് പൂത്തില്ല പൂത്ത പൂമരം നാടണഞ്ഞിടും വാട വിശിടും തറതിത്തൈ വാട വിശിടും തറതിത്തൈ തായിന്ത തരികിടതും റത്തയ്യക്കതും റത്തേ മാറാനരുൾ പറ്റ മലയാറ്റൂരെ നല്ല പങ്കതിർ ചിന്തുമല മുകളിൽ മാറാനരുൾ പറ്റ മലയാറ്റൂരെ നല്ല പങ്കതിർ ചിന്തുമല നായാട്ടുകാരവർ നായ്ക്കന്മാരെ നായാടി ചെന്നപ്പോൾ കണ്ട കുരിശേ നായാട്ടുകാരവർ നായ്ക്കന്മാരെ നായാടി ചെന്നപ്പോൾ കണ്ട കുരിശേ ഇത്തായിന്ത തരികിടതും റത്തയ്യക്കതും റത്തേ ആടാടു പാമ്പേ നല്ല മരുന്നൊരു പാമ്പേ തുമൃതേ ആടാടു പാമ്പേ നല്ല മരുന്നൊരു പാമ്പേ തുമൃതേ വള്ളിമേൽ തുള്ളി ഉഴലുന്നൊരു പാമ്പേ തുമൃതേ വള്ളിമേൽ തുള്ളി ഉഴലുന്നൊരു പാമ്പേ ഇത്തായിന്ത തരികിടതും റത്തയ്യക്കതും റത്തേ വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ മാട്ടിൻ തൊഴുത്തിൽ പിറന്ന മാന്യസുതനെ ഹീനവേഷമെടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ പാപികൾക്കായി നീതിമൊഴി ഓതി തന്നവനെ പാരിടത്തിൽ നിന്നെയോർത്തു വാഴ്ത്തിടുന്നു ഞാൻ പാപികൾക്കായി നീതിമൊഴി ഓതി തന്നവനെ പാരിടത്തിൽ നിന്നെയോർത്തു വാഴ്ത്തിടുന്നു ഞാൻ കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗം പോയവനെ നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗം പോയവനെ നിത്യം ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ ഇത്തായിന്ത തരികിടതും റത്തയ്യക്കതും റത്തേ 12 പടച്ചട്ട കുതിരയെ പടക്കായി ചമച്ചവനെ ദൈതേ 12 പടച്ചട്ട കുതിരയെ പടക്കായി ചമച്ചവനെ ദൈതേ വലിയൊരു വെടിക്കെട്ട് കുതിരയെ ചാടിച്ച തമ്പുരാനെ ദൈതേ വലിയൊരു വെടിക്കെട്ട് കുതിരയെ ചാടിച്ച തമ്പുരാനെ ഇത്തായിന്ത തരികിടതും റത്തയ്യക്കതും റത്തേ തിന്നെ തിന്നാനാ ദിന ദിന താനിനെ തന്നാനാ താനിനെ തന്നാനാ തന ദിനം തിന്തിനെ തിന്നാനാ തിന്തിനെ തിന്നാനാ ദിന ദിനം താനിനെ തന്നാനാ താനിനെ തന്നാനാ ദിന ദിനം തിന്തിനെ തിന്നാനാ പുൽക്കുട്ടിൽ പള്ളികൊള്ളും നിരുപമ നിർമ്മല മേരിസുത കന്യക മേരിയത മനോഹര ഉണ്ണിയ മേശുനത പുൽക്കുട്ടിൽ പള്ളികൊള്ളും നിരുപമ നിർമ്മല മേരിസുത കന്യക മേരിയത മനോഹര ഉണ്ണിയ മേശുനത ദിനെ തിന്നാനാ ദിന ദിനം താനിനെ തന്നാനാ താനിനെ തന്നാനാ തന ദിനം തിന്തിനെ തിന്നാനാ തിന്തിനെ തിന്നാനാ ദിന ദിനം താനിനെ തന്നാനാ താനിനെ തന്നാനാ തന ദിനം തിന്തിനെ തിന്നാനാ മാളികയൊന്നുമില്ലേ പിറക്കുവാൻ മാളമിതു മതിയോ മനുഷ്യരാരുമില്ലേ നമിക്കുവാൻ കാളകഴുതേന്നെ മാളികയൊന്നുമില്ലേ പിറക്കുവാൻ മാളമിതു മതിയോ മനുഷ്യരാരുമില്ലേ നമിക്കുവാൻ കാളകഴുതേന്നെ പർവത്തോരിളങ്കുന്നും ഇരവും പള്ളിയിൽ വാഴും ഇരവുകൾ പൂജരാജന് സുഹൃതം ചെയ്തിത്താളം ഇരവുകൾ പൂജരാജന് സുഹൃതം ചെയ്തിത്താളം പർവത്തോരിളങ്കുന്നും ഇരവും പള്ളിയിൽ വാഴും ഇരവുകൾ പൂജരാജന് സുഹൃതം ചെയ്തിത്താളം ഇരവുകൾ പൂജരാജന് സുഹൃതം ചെയ്തിത്താളം കാണാൻ അത് നേരാ മോദിച്ചാറ് പുതിയ നക്ഷത്രം കണ്ടു പുറപ്പെട്ടവരിത്താളം പുതിയ നക്ഷത്രം കണ്ടു പുറപ്പെട്ടവരിത്താളം പരമേശ്വരാജനെ കാണാൻ അത് നേരാ മോദിച്ചാറ് പുതിയ നക്ഷത്രം കണ്ടു പുറപ്പെട്ടവരിത്താളം പുതിയ നക്ഷത്രം കണ്ടു പുറപ്പെട്ടവരിത്താളം ജ്ഞാനായ സംഗീതിക എന്ന ഈ ഡോക്യുമെൻ്ററിക്ക് പല പരിമിതികളുണ്ട്. മാർഗംകളി സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിശദാംശങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് മാർഗംകളി ആട്ടപ്രകാരം എന്ന ഗ്രന്ഥം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിവാഹാചാരങ്ങളുടെ വിശദാംശങ്ങളും ഇതിൽ കൊടുത്തിട്ടില്ല. അതിന് കോട്ടയം രൂപതയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജ്ഞാനായ വിവാഹ ആചാരങ്ങൾ എന്ന ഗ്രന്ഥം സഹായകമാകും. പാണൻപാട്ട്, കല്യാണപ്പാട്ടുകൾ ഇവയുടെ പൂർണ്ണരൂപവും ഈ ഡോക്യുമെൻ്ററിയിൽ ഇല്ല. അവയ്ക്ക് പുരാതന പാട്ടുകൾ എന്ന ഗ്രന്ഥം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എന്തെങ്കിലും തിരുത്തുവാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഈ ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണത്തിൽ
എന്നെ സഹായിച്ച എല്ലാവർക്കും ഹൃദ്യമായ നന്ദി. ഗ്രാമ്യം മനോഹരം. ഒളച്ച. ഈ ഗ്രാമനിറവിന്റെ പൂർണ്ണതയിലാണ് വെള്ളിയാനച്ചന്റെ ഭവനം. ഈ ഭവനത്തിൽ വെള്ളിയാൻ, ചാണ്ടി, മറിയാമ്മ എന്നിവരുടെ മകനായി 1934 സെപ്റ്റംബർ 16 ജേക്കബ് വെള്ളിയാൻ ജനിച്ചു. 10 സഹോദരങ്ങളിൽ 5-ാമനായിരുന്നു വെള്ളിയാനച്ചൻ. അച്ഛന്റെ സഹോദരങ്ങളിൽ 5 പേർ ബാല്യത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു. കോട്ടയം CMS സ്കൂളിലെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വൈദിക പഠനത്തിൽ കോട്ടയം രൂപതയിലെ മൈനർ സെമിനാരിയിലും തുടർന്ന് മംഗലപ്പുഴ സെമിനാരിയിലും ശിക്ഷണം നേടി. റോമിൽ 1958 പുതുതായി രൂപം കൊണ്ട മലബാർ കോളേജിൽ താമസിച്ച് പ്രൊപ്പഗാൻഡ യൂണിവേഴ്സിറ്റിയിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. 1961 ഏപ്രിൽ 23 എറണാകുളം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാറേക്കാട്ടിൽ പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. 1961 ഏപ്രിൽ 29 റോമിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് പ്രഥമ കുർബാന അർപ്പിക്കുകയും ചെയ്തു. 1965 നാട്ടിൽ തിരിച്ചെത്തി വടവാത്തൂർ അപ്പസ്തോലിക് സെമിനാരിയിൽ ലിറ്റർജി പ്രൊഫസറായി 35 വർഷം സേവനമനുഷ്ഠിച്ചു. ഒപ്പം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനം ചെയ്തു. അമേരിക്കയിലെ നോർത്ത് ഡാം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലിറ്റർജിയിലും റോമിലെ സെയിന്റ് തോമസ് അക്വീനാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിലും ഡോക്ടറേറ്റ് നേടി. 1996-98 കാലയളവിലെ ഇന്റർനാഷണൽ ലിറ്റർജി കോൺഗ്രസിന്റെ പ്രസിഡന്റ്, സാൻ ഫ്രാൻസിസ്കോയിലെ സെയിന്റ് പാട്രിക് സെമിനാരിയിലെ ലിറ്റർജി വിഭാഗം തലവൻ, റോമിലെ ഓറിയന്റൽ യൂണിവേഴ്സിറ്റിയിൽ സീറോ മലബാർ ലിറ്റർജി പ്രൊഫസർ എന്നീ നിലകളിലും അച്ഛൻ സേവനമനുഷ്ഠിച്ചു. ഒളശ സെയിന്റ് ആന്റണീസ് ഇടവകാംഗമായ അച്ഛൻ ഈ ഗ്രാമത്തിലെ സൗഹൃദത്തിന്റെ ആൾരൂപമാണ്. എന്നും നിറഞ്ഞ ചിരിയുമായി അച്ഛൻ ഈ ഗ്രാമത്തിലുണ്ട്. ബാല്യത്തിൽ മാതാപിതാക്കൾ പകർന്നു നൽകിയ സ്വന്തം സമുദായത്തിന്റെ സാംസ്കാരിക നിറവുകൾ പിൽക്കാലത്ത് അച്ഛനിൽ 100 മേനിയായി. ക്നാനായ സമുദായത്തിന്റെ തനിമയാർന്ന കലാപാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന വെള്ളിയാനച്ചൻ സ്വസമുദായത്തിലെ കലാരൂപങ്ങൾ ആഭിജാതമായ ഒരു പാരമ്പര്യത്തിന്റെ ശിലാപീഠങ്ങളും തിരിശേഷിപ്പുകളുമാണെന്ന് തിരിച്ചറിയുകയും അവയെ തന്റെ പിൻതലമുറയ്ക്ക് പകർന്നേകാൻ ആ കർമ്മം ഒരു തപസ്വിയുടെ ഏകാഗ്രതയോടെ സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. മാർഗം കളി തനിമയോടെ പുനരുദ്ധരിച്ചു എന്നുള്ളതാണ് വെള്ളിയാനച്ചന്റെ ഏറ്റവും വലിയ സംഭാവന. കല്യാണപ്പാട്ടുകളുടെ യഥാതഥമായ ലിഖിത പാഠം താളിയോലകളിൽ നിന്നും അച്ഛൻ കണ്ടെടുത്തു. ദൈവശാസ്ത്രം, ആരാധനാക്രമം, കല, സംഗീതം, സംസ്കാരം ഈ മേഖലകളിൽ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമാണ് വെള്ളിയാനച്ചൻ.
നിരവധി പ്രാർത്ഥനകൾ, നൊവേനകൾ. മരിയൻ ശബ്ദധാര, ആരാധനാക്രമ വിജ്ഞാനകോശം എന്നിവ അച്ഛൻ രചിച്ച പ്രമുഖ റഫറൻസ് ഗ്രന്ഥങ്ങളാണ്. ശ്രീ കുര്യൻ വെമ്പേനിയുമായി ചേർന്ന് രചിച്ച തനിമയുടെ മധുഗീതി മാർഗം കളിപ്പാട്ട് കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ ഇപ്പോൾ പാഠപുസ്തകമാണ്. കലാസംബന്ധിയും പ്രാർത്ഥനാ സംബന്ധിയുമായ നിരവധി സംഗീത കാസറ്റുകളും അച്ഛൻ്റേതായിട്ടുണ്ട്. ഡോക്ടർ ചുമ്മാർ ചൂണ്ടലുമായി സഹകരിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ കല്യാണം, മാർഗംകളി എന്നീ ഡോക്യുമെന്ററികളും അച്ഛൻ തയ്യാറാക്കി. കോട്ടയം രൂപതയിലെ അഖില ഭാരത ക്രൈസ്തവ രംഗകലാകേന്ദ്രം ഹാദൂസായുടെ ഡയറക്ടർ, തൂവാനീസ പ്രാർത്ഥനാലയത്തിന്റെ ആദ്യകാല ഡയറക്ടർ, മദനഹ ദൈവശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റ്, കാർലോസ് ദയാറ സെമിനാരിയിൽ റെക്ടർ എന്നീ നിലകളിലും അച്ഛൻ സേവനമനുഷ്ഠിച്ചു. വടവാത്തൂർ സെമിനാരിയിൽ പ്രൊഫസറായും പാഴ്തുരുത്ത് സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളിൽ മാനേജരായും അച്ഛൻ സേവനം ചെയ്തു. ഇപ്പോൾ ബാംഗ്ലൂരിലെ മാർമാക്കൽ ഗുരുകുലത്തിന്റെ ഡയറക്ടർ. സ്വന്തം കണ്ണുകളുടെ കാഴ്ച പതിയെ മങ്ങുകയാണെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ അച്ഛന് ഭീതി തോന്നിയില്ല. ശേഷിച്ച കാഴ്ചയെ തന്റെ പ്രാർത്ഥനയിലും സംഗീതത്തിലും രചനയിലുമായി ദൈവാനുഭവത്തിനായി പങ്കുവയ്ക്കുകയായിരുന്നു വെള്ളിയാനച്ഛൻ. ആ പങ്കുവയ്ക്കൽ കൊണ്ട് ഇന്നും അച്ഛന്റെ കണ്ണിൽ ഈശോ മങ്ങാത്ത കാഴ്ചയുടെ പ്രകാശമായി നിലകൊള്ളുന്നു. അച്ഛനെ കരുതലോടെ കാത്തുകൊണ്ട് അവിടെ ശാസ്ത്രം തോൽക്കുന്നു, അച്ഛന്റെ പ്രാർത്ഥന ജയിക്കുന്നു. ബാല്യത്തിൽ ഒളച്ചയിലെ ഗ്രാമവഴികളിലൂടെ സ്കൂളിലേക്ക് പോകുമ്പോൾ കൂട്ടിനായി അമ്മ നൽകിയ ജപമാല ഇന്നും അച്ഛനോടൊപ്പമുണ്ട്. അമ്മയുടെ കരുതലായ വാത്സല്യം പോലെ. അച്ഛന് എഴുത്തും സംഗീതവും ജീവന്റെ അടയാളങ്ങളാണ്, ആത്മപ്രകാശനത്തിന്റെ സ്പന്ദനങ്ങൾ. അച്ഛന്റെ ഹൃദയത്തിൽ ഇനിയും പ്രാർത്ഥനകളുണ്ട്, സംഗീതവും. ഏകാന്തതയിൽ അച്ഛൻ വീണ്ടും അക്ഷരങ്ങളുമായി ചങ്ങാത്തം കൂടുന്നു. സംഗീതാക്ഷരങ്ങളാൽ ഹൃദയത്തിൽ ശ്രുതി മീട്ടുന്നു. അതെ, എഴുത്ത് ആത്മീയ നിറവിനായുള്ള അക്ഷരബലിയാണ്. സംഗീതം സ്വർഗസ്ഥനായ പിതാവിനുള്ള സ്വരപൂജയും.